നമസ്കാരം. മന്ത്രിമാരുടെ നാവിന് വിലങ്ങിട്ടിരിക്കുകയാണ് CPM. പ്രസംഗത്തിലും പ്രവൃത്തിയിലും ജാഗ്രത വേണമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇക്കാര്യം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രിമാർക്ക് നൽകും. ഭരണഘടനയെ വിമർശിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടമായ സജി ചെറിയാൻ വീണ്ടും വിവാദമുണ്ടാക്കി ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ചതിലാണ് പാർട്ടിക്ക് വിഷമമുണ്ടായിരിക്കുന്നത്. എന്നാൽ മന്ത്രി സജി ചെറിയാന് അനുകൂലമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. സജി മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു വർഷമാകുമ്പോൾ വീണ്ടും ഒരു പ്രസ്താവന സജി ചെറിയാനെ വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടു. പരാമർശങ്ങൾ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് പ്രയാസമുണ്ടാക്കിയതോടെ CPM അടിയന്തര ഇടപെടൽ നടത്തി. പ്രസ്താവനയിലെ ചില വാചകങ്ങൾ പിൻവലിക്കുന്നതായി സജിയും സ്വാഗതം ചെയ്യുന്നതായി സഭാ നേതൃത്വവും വ്യക്തമാക്കിയതോടെ മഞ്ഞുരുകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത സഭാ നേതാക്കളെയാണ് സജി ചെറിയാൻ വിമർശിച്ചത്. ക്രിസ്മസ് വിരുന്നിന് BJP വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി. അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു. മണിപ്പൂർ അവർക്കൊരു വിഷയമായില്ലെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. CPM അതൃപ്തി അറിയിച്ചതോടെ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേക്ക്, വീഞ്ഞ് തുടങ്ങിയ പദങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. മണിപ്പൂരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പ്രഖ്യാപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സഭയുമായി തർക്കമുണ്ടാകരുതെന്ന സന്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകിയത്. കേരള കോൺഗ്രസ് M പ്രസ്താവനയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു. ജോസ് കെ മാണി സജിക്കെതിരെ രംഗത്തെത്തി. ജോസ് ഇക്കാര്യം പാർട്ടി സെക്രട്ടറിയെയും അറിയിച്ചു. സജി ചെറിയാന്റെ നാക്കിന് ലൈസൻസ് ഇല്ലെന്ന് മുമ്പും തെളിഞ്ഞിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയിലെ ദത്തെടുക്കൽ വിവാദമുണ്ടായ സമയത്തായിരുന്നു ആദ്യത്തെ വിവാദ പ്രസ്താവന. കുഞ്ഞിനെ നഷ്ടമായ യുവതിക്കും പങ്കാളിക്കും നേരെയായിരുന്നു വിമർശനം. വിവാഹം കഴിച്ച് 2-3 കുട്ടികൾ ഉണ്ടാകുക, എന്നിട്ടും സുഹൃത്തിന്റെ ഭാര്യയെ പ്രേമിക്കുക, അത് പോരാഞ്ഞിട്ടും വളരെ ചെറുപ്പമായ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കുക, ആ കുട്ടിക്കും കുഞ്ഞിനെ നൽകുക, അത് ചോദ്യം ചെയ്ത അച്ഛൻ ജയിലിലേക്ക് പോവുക, പെൺകുട്ടിക്ക് അതിന്റെ കുഞ്ഞിനെ ലഭിക്കണമെന്നതിലൊന്നും ഞങ്ങൾക്ക് എതിരല്ല, പക്ഷേ ആ അച്ഛന്റെയും അമ്മയുടെയും മനോനില മനസ്സിലാക്കണമെന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. ഇതിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലെ പെൺകുട്ടി ഒരു CPM നേതാവിന്റെ ബന്ധുവായിരുന്നു. സിൽവർ ലൈൻ വിഷയത്തിലും സജി ചെറിയാൻ വിവാദങ്ങളിൽ പെട്ടു. സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ലെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പദ്ധതി രേഖ നന്നായി പഠിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നും ഇന്ത്യൻ റെയിൽവേക്ക് എവിടെയാണ് ബഫർ സോൺ എന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ പാതയുടെ ഇരുവശവും 10 മീറ്റർ വീതം ബഫർ സോൺ ഉണ്ടെന്ന് കേരയിൽ വിശദീകരിച്ചെങ്കിലും മന്ത്രി നിലപാടിൽ ഉറച്ചുനിന്നു. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തിരുത്തിയതോടെയാണ് മന്ത്രി വാദം ഉപേക്ഷിച്ചത്. പാർട്ടി പറഞ്ഞാൽ അതിനപ്പുറമില്ലെന്നും തനിക്ക് തെറ്റുപറ്റിയതാകാമെന്നും മന്ത്രി വിശദീകരിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാർ നല്ല ചില്ലറ വാങ്ങിയിട്ടാണ് ചാനൽ ചർച്ചകളിൽ പദ്ധതിയെ വിമർശിക്കുന്നത് എന്നായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മന്ത്രി പറഞ്ഞത്. മല്ലപ്പള്ളിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ഭരണഘടനയെ വിമർശിച്ച് പ്രസംഗം ഏരിയ കമ്മിറ്റിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തു വന്നതോടെയാണ് വിവാദമായതും രാജിവെക്കേണ്ടി വന്നതും. 6 മാസത്തിനു ശേഷം വീണ്ടും മന്ത്രിയായി. വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൽ അസന്തുഷ്ടി അറിയിച്ചാണ് ഗവർണർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ചത്. സജിയെ കൊണ്ട് ക്രൈസ്തവ സഭയ്ക്കെതിരെ സംസാരിപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിൽ ഒരു പരിധിവരെ സത്യമുണ്ട്. സഭകൾ തിരിഞ്ഞപ്പോൾ സജിയെ കൊണ്ട് തിരിച്ചു പറയിച്ചതും മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് കേരള സെക്രട്ടേറിയറ്റിൽ CPM അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 20 മന്ത്രിമാർക്കാണ് അടിയന്തരാവസ്ഥ ബാധകം. മുഖ്യമന്ത്രിമാരുടെ സ്റ്റാഫിനും അടിയന്തരാവസ്ഥയിലെ കർശന നിയമങ്ങൾ ബാധകമാണ്. ഇല്ലെങ്കിൽ മന്ത്രിമാർ വീണ്ടും രാജിവെക്കേണ്ടി വരുമെന്നാണ് CPM പറയുന്നത്. ഫലത്തിൽ ഇത് മുഖ്യമന്ത്രിക്കും ബാധകമല്ലേ? നന്ദി.